ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വീട്ടു നമ്പർ ഡിജിറ്റലാക്കുന്ന ഡിജി ഡോർ പിൻ പദ്ധതി സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കും. കെട്ടിടത്തിന് QR കോഡുള്ള നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുക വഴി വീടിൻ്റെയും ഉടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തും. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഡിജി ഡോർ പിൻ. 9-10 അക്കങ്ങളുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നതാണ് പ്രത്യേകത. ഈ സംവിധാനത്തിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്നറിയപ്പെടും. ഫ്ളാറ്റുകളിലും മറ്റും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകും. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച സംവിധാനം കെ-സ്മാർട്ടിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ വാർഡ് പുനർനിർണയം പൂർത്തിയാകുന്നതോടെ ഡിജി ഡോർ പിൻ നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പിൻ നമ്പറും QR കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും. QR കോഡ് സ്കാൻ ചെയ്താലും നമ്പർ തിരഞ്ഞാലും ഉടൻ ലൊക്കേഷനും വരും. കെട്ടിടത്തിലേക്കെത്താൻ റൂട്ട് മാപ്പും ഇതുവഴി കിട്ടും. 2 മീറ്റർ അകലെ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത വിവരം ആധികാരികമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയ്ക്കായി റഷ്യയിൽ നിർമ്മിക്കുന്ന യുദ്ധക്കപ്പൽ INS തുഷിൽ ഈ മാസം 9-ന് കമ്മീഷൻ ചെയ്യും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗ്രേഡഡ് മിസൈൽ ഫ്രിഗേറ്റായ INS തുഷിൽ കലിനിൻഗ്രാഡിലെ യന്ത്രക്കപ്പൽശാലയിൽ വെച്ച് രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും. 2016-ൽ റഷ്യയുമായി ഏർപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് INS തുഷിൽ നിർമ്മിച്ചത്. $2.5 ബില്യൺ കരാറിൽ 4 യുദ്ധക്കപ്പലുകളാണ് റഷ്യ ഇന്ത്യക്ക് നിർമ്മിച്ചു നൽകുക. കമ്മീഷൻ ചെയ്യുന്നതോടെ INS തുഷിൽ ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിൽ ചേരുകയും ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച യുദ്ധക്കപ്പലുകളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രിയെ അനുഗമിക്കും. റഷ്യയുമായുള്ള സൈനിക വ്യാവസായിക സഹകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ എത്തുക. സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ-റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇരു നേതാക്കളും പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ച സർക്കാർ 2025-ന്റെ തുടക്കത്തിൽ തന്നെ രാജ്യത്തുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാനാണ് നീക്കം. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അതിവേഗത്തിൽ നടപ്പിലാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയും നീക്കങ്ങൾ ഊർജിതമാക്കി. ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കുള്ള നിബന്ധനകളിൽ ട്രായ് ഇളവുകൾ വരുത്തുകയാണെന്നാണ് സൂചന. എയർടെൽ, ജിയോ, ആമസോൺ, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് തുടങ്ങിയവയാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ മുൻനിരയിലുള്ളത്. ഡിസംബർ 15-നകം സാറ്റലൈറ്റ് സേവനങ്ങൾക്ക് ആവശ്യമായ ഫ്രീക്വൻസികൾ അനുവദിക്കുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് സർക്കാർ ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ കമ്പനികളുമായി ചർച്ച നടത്തിയിരുന്നു. ഫ്രീക്വൻസി അനുവദിക്കുന്നതിൽ ജിയോ, എയർടെൽ തുടങ്ങിയ കമ്പനികൾ മത്സരാധിഷ്ഠിത ലേലമാണ് ആവശ്യപ്പെട്ടതെങ്കിലും പ്രക്രിയ ലളിതമാക്കാനാണ് സർക്കാർ നീക്കം. സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം ലേലത്തിന് പകരം അലോക്കേഷൻ രീതിയിൽ വിതരണം ചെയ്യാൻ സർക്കാർ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ അമ്യൂസ്മെന്റ് പാർക്ക് ശൃംഖലയായ വണ്ടർലാ ഹോളിഡേയ്സ് ചെന്നൈയിൽ ഒരുക്കുന്ന പാർക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്രവർത്തന സജ്ജമാകും. രാജ്യത്തെ ഏറ്റവും വലിയ റോളർ കോസ്റ്റർ ഉൾപ്പെടെ വിസ്മയിപ്പിക്കുന്ന നിരവധി റൈഡുകളാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ കൊച്ചി, ബംഗളൂരു, ഹൈദരാബാദ്, ഭുവനേശ്വർ എന്നിവിടങ്ങളിലാണ് വണ്ടർലയ്ക്ക് അമ്യൂസ്മെന്റ് പാർക്കുള്ളത്. ഡിസ്നിയിലും യൂണിവേഴ്സൽ പാർക്കിലുമൊക്കെ മാത്രം കണ്ടുവരുന്നതിന് സമാനമായ വമ്പൻ റോളർ കോസ്റ്റാണ് ചെന്നൈ പാർക്കിലെ മുഖ്യ ആകർഷണം. 80 കോടി രൂപയോളമാണ് ഇതിന്റെ ചെലവ്. പാർക്ക് പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷങ്ങളിൽ തന്നെ 8 മുതൽ 10 ലക്ഷം സന്ദർശകരെ വരെ ആകർഷിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആദ്യ വർഷം തന്നെ നികുതി, പലിശ തുടങ്ങിയ ബാധ്യതകൾ കഴിച്ചുള്ള ലാഭം കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ അരുൺ K. ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഇന്ത്യയിലെ Tier 1, Tier 2 നഗരങ്ങളിൽ പാർക്കുകൾ സ്ഥാപിക്കുകയെന്ന ലക്ഷ്യം കമ്പനിക്കുണ്ട്. ആദ്യഘട്ടത്തിൽ അതിവേഗം 10 നഗരങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ശ്രമം. നിലവിലെ പാർക്കുകൾ അടുത്ത 3-4 വർഷത്തിൽ 10 മുതൽ 15% വരെ വളർച്ച കൈവരിക്കുമെന്ന് കരുതുന്നു. ചെന്നൈയിലും പാർക്ക് പ്രവർത്തന സജ്ജമാകുന്നതോടെ വളർച്ചാ വേഗം കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ടെലികോം കമ്പനിയായ ജിയോയ്ക്ക് അടിപതറുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രം 79 ലക്ഷം ഉപയോക്താക്കളെയാണ് ജിയോയ്ക്ക് നഷ്ടമായത്. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ. ജിയോയ്ക്ക് ഉപയോക്താക്കൾ കുറയുന്നതിനൊപ്പം BSNL കണക്ഷനുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സെപ്റ്റംബറിൽ മാത്രം BSNL ഉപയോക്താക്കളുടെ എണ്ണത്തിൽ 8.5 ലക്ഷം വർധനവുണ്ടായി. BSNLന്റെ ഈ നേട്ടത്തെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദിച്ചു. ജിയോയ്ക്ക് പുറമെ എയർടെലിനും വിഐക്കും വൻതോതിൽ ഉപയോക്താക്കളെ നഷ്ടമായി. ഭാരത് എയർടെലിന് 14 ലക്ഷം ഉപയോക്താക്കളെ നഷ്ടമായപ്പോൾ 15 ലക്ഷം പേർ VI ഉപേക്ഷിച്ചു. ഈ 3 കമ്പനികൾക്ക് മാത്രമായി 10 മില്യണിലധികം ഉപയോക്താക്കളാണ് സെപ്റ്റംബർ മാസത്തിൽ മാത്രം നഷ്ടമായത്. സെപ്റ്റംബർ 30 വരെ സ്വകാര്യ ആക്സസ് സേവനദാതാക്കൾ വിപണിയുടെ 91.85% വിഹിതം കൈവശപ്പെടുത്തിയിരുന്നു. ഇതിനു വിപരീതമായി 2 പൊതുമേഖലാ യൂണിറ്റുകളായ BSNL, MTNL എന്നിവയ്ക്ക് വിപണി വിഹിതത്തിന്റെ 8.15% മാത്രമാണ് കൈവശമുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.